നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. നമ്മുടെ ക്രിസ്മസ് വ്ളോഗ്, അതിന്റെ ഒരു ബാക്കി പത്രം എന്ന നിലയ്ക്കാണ് ഈ വ്ളോഗും. ഈ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ചിട്ട് നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടാ, ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി. പിള്ളേർക്കുള്ള ഓരോ ഗിഫ്റ്റുകളും കുറെ സംഭവങ്ങളൊക്കെ കിട്ടിയത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു. അതിന് പുറമെ നമുക്ക് നമ്മുടെ ഷങ്ക്രീലയുടെ SIA2 ബീച്ച് ലോഞ്ച് കേട്ടോ, അവിടെ നിന്നൊരു 40 റിയാലിന്റെ ഫുഡ് വൗച്ചർ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോർമൂസ് ഗ്രാൻഡിന്റെ ഹോട്ടലിന്റെ ഒരു സ്പാ അല്ലേ 1 മണിക്കൂർ സ്പാ ചെയ്യാനുള്ള കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ മോഡേൺ എക്സ്ചേഞ്ച് പിന്നെ നമ്മുടെ മോഡേൺ എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, മണി എക്സ്ചേഞ്ച്, അവരുടെ കോർപ്പറേറ്റ് ഇവന്റിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ചെറിയൊരു ആഡിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഒരു ചെറിയ ആഡിൽ നമ്മൾ അഭിനയിച്ചു. അവിടെ നിന്നും കുറെ ഗിഫ്റ്റുകൾ കിട്ടി. ആ ആഡ് ഞാനിപ്പോ സൈഡിൽ കാണിക്കാതാവാം. Merry Christmas, everyone! Merry Christmas and Happy New Year in advance. എല്ലാ മോഡേൺ എക്സ്ചേഞ്ച് കസ്റ്റമേഴ്സിനും ഞങ്ങളുടെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ കൂപ്പണിന്റെ വാലിഡിറ്റി ഒക്കെ ഈ വർഷം മാത്രമല്ലോ. ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ 2 ദിവസം കൂടി ഉള്ളൂ. ഇന്ന് 28-ാം തീയതി. അപ്പോൾ 30-ാം തീയതിക്കുള്ള അതൊക്കെ ഉപയോഗിച്ച് തീർക്കണം. അല്ല, SIA2 ഉപയോഗിക്കണം അല്ലേ, ഉപയോഗിച്ച് തീർക്കണം 30-ാം തീയതിക്ക് മുന്നേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് അവിടെ പോവാം, ഒരു 40 റിയാലിന് 5 സ്റ്റാർ ഫുഡ് അടിക്കാന്ന്. അപ്പോൾ അതിന് എല്ലാവരും ഒരുങ്ങി റെഡിയായിരിക്കട്ടോ. പോണേക്കാളും മുന്നേ നമ്മുടെ ഇപ്രാവശ്യം പള്ളിയിലെ ഗംഭീര ഡെക്കറേഷനാണ് ക്രിസ്മസ് പ്രമാണിച്ചിട്ട്. അത് കാണാൻ പറ്റിയിട്ടില്ല, ഡെക്കറേഷൻ കണ്ടില്ല, പിന്നെ പുൽക്കൂട് കണ്ടില്ല, ഒന്നും കാണാൻ പറ്റിയില്ല. കാരണം നമ്മള് ക്രിസ്മസിന് പോയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ ഭയങ്കര തിരക്കുമായിരുന്നു. അത് കാരണം അതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ പോണ വഴിക്ക് അതൊന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ SIA2 പോകണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പൊ അതാ എല്ലാവരും ഇവിടെ റെഡിയായി നിൽക്കാണ്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. ഹലോ, ഓൾ സെറ്റ്? വയറൊക്കെ കാലിയാക്കിയില്ലേ? എല്ലാരും റെഡിയായി നിൽക്കാണ് കേട്ടോ. അവിടെ ഓപ്പൺ എയർ ആണ്. അത് കാരണം എല്ലാവരും എന്താ പറയാ, തണക്കാതിരിക്കാനുള്ള ഡ്രസ്സായിട്ടിരിക്കണ. അങ്ങനെ അപ്പൊ ഇവിടെയല്ലേ. അല്ല, നിനക്ക് എന്തോ സാധനം കിട്ടിയില്ലേ? നിനക്കെന്താ കിട്ടിയത്? ലാസ്റ്റ് ബ്യൂട്ടി ലോഞ്ച് ചെയ്യുന്ന ഹൈഡ്രാഫേഷ്യന്റെ ഒരു ഹൈഡ്രാഫേഷ്യന്റെ വൗച്ചറും കിട്ടിയിട്ടാ നമുക്ക് ക്രിസ്മസ് പ്രമാണിച്ചിട്ട്. അപ്പൊ അത് നീ ഉപയോഗിച്ച് കഴിഞ്ഞില്ലേ? അതാണോ നിങ്ങളുടെ തിളക്കത്തിന്റെ രഹസ്യം? അങ്ങനെ അതറിയല്ലേ? ഇറങ്ങ നമ്മള് പള്ളിയിലെത്തിട്ടോ. ഇതുണ്ടല്ലേ ബെയ്ത്തൽ ബത്ലഹേം. ഇതായിരുന്നു നമുക്ക് കാണേണ്ടിയിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് 27-ാം തീയതി വരെ ഉള്ളൂ. ഇന്ന് 29-ാം തീയതിയാണ്. എല്ലാം കെട്ടിപ്പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിപ്പൂട്ടിയതാ എല്ലാവരും പോവാണ്. നല്ല അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാട്ടോ പറഞ്ഞു കേട്ടത്. പക്ഷെ എന്താ ചെയ്യാതാ, എല്ലാത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എല്ലാം അവസാനിപ്പിച്ച് ഒരു പാക്ക് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർത്തഡോക്സ് സഭക്കാരുടെ വകയായിരുന്നു കേട്ടോ ബെയ്ത്തൽ ബത്ലഹേം. ഇനിയിപ്പം പിള്ളേരൊക്കെ നമ്മുടെ RC പള്ളിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും എന്തൊക്കെയോ ചെറിയ ഡെക്കറേഷനും, ചെറുതല്ല അത്യാവശ്യം വലിയൊരു ട്രീയും പുൽക്കൂടും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പോയി കാണാം. അതുപോലെ പള്ളിയുടെ പുറംഭാഗം എന്താ മിന്നണ ബൾബൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ പുൽക്കൂടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതെന്താ ചെറിയ പുൽക്കൂടാ? ജോയ് ഓഫ് ദ വേൾഡ്. ഓരോരുത്തർ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളാണ്. ഇതാണ് നമ്മുടെ പുൽക്കൂട്. ഇപ്രാവശ്യം ഒരു പുൽക്കൂട് മാറ്റിയില്ലേ അല്ലേ? സാധാരണ ഉള്ളതല്ല ഇപ്രാവശ്യം പുൽക്കൂട് വേറെ ഒരെണ്ണാണ്. ഇതാണ് നമ്മുടെ പുൽക്കൂട്. ഉണ്ണിയേശുവൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇതാ
അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല ഒരു ഉഗ്രൻ ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഒരു പടുകൂറ്റൻ ട്രീ ആട്ടോ. ഇത് എല്ലാ വർഷവും പതിവുള്ളതാണ് ഇവിടെ. പിന്നെ ഇവിടെ ചുറ്റും ഈ മിന്നണ ബൾബൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, വൈബാണ്. ബാക്കിലേക്ക് പോയാ പുറയിലേക്ക് പോയില്ലല്ലോ. അത് ഓരോ സഭകളുടെ സംഭവങ്ങളില്ലേ, സഭകളുടെ അല്ലേ, ഓരോ യൂണിറ്റുകളുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ. അതും കൂടി നമുക്കൊന്ന് പോയി കാണാം. ഇതാണ് കേട്ടോ. കഴിഞ്ഞ തവണയൊക്കെ ഇവിടെ ഫുള്ള് ഓരോ യൂണിറ്റുകാരുടെ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം തോന്നുന്നു എനിക്ക് കുറച്ച് കുറവാന്ന് തോന്നുന്നു. ഇവിടെ ഒരു വലിയൊരു സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മറാഠി കമ്മ്യൂണിറ്റിയുടെ വകയാണ്, അവരുണ്ടാക്കി വെച്ചാണ് കേട്ടോ. അത് മറാഠിക്കാരുടെ കലാവൈഭവം. ഈ സംഭവം മാംഗ്ലൂർ കമ്മ്യൂണിറ്റിയുടെ വകയാണ്, കണ്ടില്ലേ, മാംഗ്ലൂർ കമ്മ്യൂണിറ്റി. പിന്നെതാ ഈ കാണുന്നതുണ്ടല്ലോ, ഇത് നമ്മുടെ ഗോവൻ കമ്മ്യൂണിറ്റിയുടെ വകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കിത് അവിടെ ഫിലിപ്പീനി കമ്മ്യൂണിറ്റിയുടെയും കാണാം. ഈ കാണുന്നത് പിന്നെ തമിഴ് കമ്മ്യൂണിറ്റിയുടെയാണ്. ഇത് കണ്ടില്ലേ, എല്ലാവരും ഒരുവിധം ഈ പുൽക്കൂട് തന്നെയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണത്. തമിഴ് കമ്മ്യൂണിറ്റി, ഇത് ശ്രീലങ്കൻ കമ്മ്യൂണിറ്റിയാണ്. വെറൈറ്റി പുൽക്കൂടുകൾ കാണാൻ പറ്റും നമുക്ക്, കണ്ടില്ലേ. അത് കഴിഞ്ഞ് ഇതാരുടെയാ, ഇതിലെ പേര് കാണാനില്ലല്ലോ, പേരില്ലാത്തൊരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ പേര് പറഞ്ഞു പോയതാവും, ഉണ്ടല്ലേ. ഇതൊരെണ്ണം. അത് കഴിഞ്ഞത് അവസാനത്തെ ഇത് പാകിസ്ഥാനി ഉറുദു കമ്മ്യൂണിറ്റി. ഓഹോ, പാകിസ്ഥാൻ്റെ വരെ ഉണ്ട് കേട്ടാ. പാകിസ്ഥാനികൾ വരെ കൊണ്ടുവന്നിട്ട് ഇതാ ഒരു പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മളിനി പള്ളിയുടെ ഉള്ളിലൊന്ന് കയറി കർത്താവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് നമ്മൾ ശങ്ക്രീലയിൽ എത്തിയിരിക്കട്ടോ. ശങ്ക്രീലയിൽ എത്തിയ വഴിക്ക് തന്നെ നമുക്കൊരു പടുകൂറ്റൻ ട്രീ കാണാം, അവരുടെ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലേ, നല്ല ഭീകര ട്രീ. അപ്പോൾ നമ്മളിനി SIO2 ലക്ഷ്യം വെച്ചിട്ടാണ് നടക്കുന്നത്. അവിടെയല്ല, ഇവിടെയാണ്, ഈ ഭാഗത്താ. SIO2 ലക്ഷ്യം വെച്ചിട്ടാണ് നടക്കണത്. ഇത് ഒരു ബീച്ച് ലോഞ്ചാണ്. ഇവിടെയുള്ള പല റെസ്റ്റോറൻറ്റുകളിൽ ഒരു റെസ്റ്റോറൻറ്റ് നമ്മുടെ നേരെ മുന്നിൽ കാണുന്നതാണ് കേട്ടോ, നമ്മുടെ SIO2 ബീച്ച് ലോഞ്ച്. ഇത് കടലിൻ്റെ തീരത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കവാടം. നമ്മളപ്പോൾ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നാൽ ഇങ്ങനെയായിട്ടൊരു സെറ്റപ്പ്. എല്ലാം ഒരു ഓപ്പൺ എയർ കൺസെപ്റ്റാണ്, ഉണ്ടല്ലേ. എല്ലായിടത്തും ഇങ്ങനെ സോഫയും ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. പക്ഷെ പകൽ വന്നാൽ നിങ്ങൾക്ക് കടലിലെ വ്യൂ ഒക്കെ കാണിച്ചു തരാറുണ്ട്. ഇപ്പോൾ അതിനുള്ള സ്കോപ്പില്ല. നമ്മളിതാ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും മെനു കിട്ടിയിട്ടുണ്ട്. എല്ലാവരും മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വല്ലതും സെറ്റായാ? AC ഓർഡർ ചെയ്യണ? ഒന്നുമില്ലേ? ഞാൻ തനിക്കെല്ലാം കിട്ടിയാലോ? എന്താ ആവശ്യമുള്ളതൊക്കെ എടുത്ത് വീശിക്കോളോട്ടാ. 40 റിയാലിന് കഴിക്കാണ്ടേ, 40 റിയാല് തീർക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ മെനു. ആക്ച്വലി SIO2 എന്ന് പറയണത് മെയിൻലി ഒരു എന്താ പറയാ, ഏകദേശം ഒരു കള്ള് ഷാപ്പാണ് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് അതിന്റെ വൗച്ചർ കിട്ടിയിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. ഇതിലാണെങ്കിൽ സ്നാക്സ് മെനു ഉണ്ടല്ലോ, സ്നാക്സ് മെനു വളരെ കുറവാട്ടോ. പിള്ളേനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. പക്ഷെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ളത് ഈ ഒരു സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാണുന്നത് കംപ്ലീറ്റ് കള്ളിന്റെ മെനു ആണ്. എന്താണെങ്കിലും നമ്മൾ ഇതിലുള്ള കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോ വരുന്നതായിരിക്കും അല്ലേ. അതിലൊന്നും ആവില്ല അല്ലേ. അപ്പൊ നമ്മുടെ ഭക്ഷണം പറഞ്ഞതൊക്കെ ഓരോന്നോരോന്നായി വന്നിരിക്കുകയാണ്. ഇവിടെ ചിക്കന്റെ നമ്മളിത് എന്തായിരുന്നു സാധനം? ഇത് വിങ്സാ. വിങ്സ് ഒക്കെ പോത്ത് പോലെ ഉണ്ടല്ലോ. ചിക്കന്റെ വിങ്സ് ആട്ടോ അത്. ഏത് ഹാർട്ട് പോലെ? ഇതെന്തായിരുന്നു ഈ സംഭവങ്ങള്?
ഹോട്ട് അറബിക് മസാല. ആ എന്തൊക്കെയാ കിബയും മറ്റേ സാധനങ്ങളൊക്കെ അല്ലേ? ഫലാഫില്, സ്പ്രിംഗ് റോളും സമൂസ അത്രേ ഉള്ളൂ അല്ലേ? പിന്നെ ഇവിടെ ഒരു ചിക്കൻ ടിക്ക അല്ലേ? ചിക്കൻ ടിക്ക ഉണ്ട് കേട്ടാ. ക്വാണ്ടിറ്റി ആവശ്യത്തിനും കൂടുതലുണ്ട് കേട്ടാ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഈ മയണീസും ഹമൂസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതും കൂട്ടി മുക്കി നമ്മൾ പൂശാണ്. രുചിയുണ്ട് അല്ലേ? നമ്മളപ്പം ഒരു ട്രിപ്പ് കഴിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ കുറച്ച് ബർഗർ വാങ്ങിയിട്ടാ. കുറച്ചല്ല, ഇതൊരു പ്ലേറ്റ് ബർഗറാണ്. 3 മിനി ബർഗറും അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും. ഇതോടുകൂടി 40 റിയാലിൻ്റെ കത്തിക്കൽ കഴിഞ്ഞില്ലേ? ഈ ഒരു 4 സാധനമായിട്ടാ നമ്മൾ വാങ്ങി. ഈ 4 സാധനം വാങ്ങിയോട് കൂടിയിട്ട് 40 റിയാലിൻ്റെ തല തീർന്നു. എല്ലാത്തിനും എത്ര റിയാൽ ഇതാ? 8, 7. ഈ ബർഗറിന് എത്ര? 11. ചിക്കൻ വിങ്സിന് 11, ഇതിന് 8, ഈ ബർഗറിന് 8. ഒരു മഴല്ലാത്ത റേറ്റ് ആട്ടാ. വെറുതെ ഫ്രീ കിട്ടുന്ന വൗച്ചറൊന്നും ഇല്ലാതെ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും ഇത് വേഗം കഴിച്ചോളോ. എസി അച്ചു ഇതാ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചോളോ. എന്താണെങ്കിലും എല്ലാരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ബർഗർ? ഏറ്റവും കഴിച്ചാൽ ഇഷ്ടമായത് ഏതാ? വിങ്സോ? അച്ഛന് ഏതാണോ ഇഷ്ടമായത്? ബർഗറാ ഇഷ്ടമായത്? എസിക്ക് ഏതാ ഇഷ്ടമായി? എസിക്കും ബർഗറാ ഇഷ്ടമായി. ബർഗർ നല്ല ബർഗറാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബർഗർ എല്ലാം നല്ലതായിരുന്നു അല്ലേ? വിങ്സും ടിക്കയും എല്ലാം നല്ലതായിരുന്നു. കഴിഞ്ഞോട്ടാ, വിശപ്പ് മാറി എല്ലാവരുടെയും. ഇനി സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. നമ്മുടെ വൗച്ചറിന്റെ കത്തിക്കൽ കഴിഞ്ഞു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതാ നമ്മളിവിടെ നിന്ന് ഇറങ്ങാട്ടോ. എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. ആ കത്തിക്കലാ തീർന്നില്ലേ? അടുത്ത പരിപാടി എന്താ? അപ്പൊ നമ്മൾ വീട് മുളയാൻ പോവാട്ടോ. എന്ത് സർപ്രൈസ്? ഒരു സർപ്രൈസും ഇല്ല. വീട് പോവാ, കിടന്നുറങ്ങുക, അതന്നെ സർപ്രൈസ്. വിടല്ലേ? എന്താ പരിപാടി? എന്താ എന്തിനാ ഔട്ട്? വെറുതെ ഒരാളെ വെറുതെ ഔട്ടാ? പിന്നെ ബാ 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 പോവാ. ചാട്. അപ്പൊ ആ പരിപാടിയും കഴിഞ്ഞ് നമ്മളിതാ ഇവിടുന്ന് പോവാട്ടോ. ഇതാണ് നമ്മുടെ അൽബന്ദർ ഹോട്ടലിന്റെ ലോബി. ഇതാ ഇവിടെ നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്, കണ്ടില്ലേ? വെടിക്കെട്ടൊരു സാധനം. ഹോട്ടലിലൊന്നും ആരും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാ ഹോട്ടലൊക്കെ കാലിയായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി വലിച്ചു നീട്ടുന്നില്ല. ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. സമയം എത്രയായി? 10:30 ആയിട്ടുണ്ടാകും. സമയം 10:30 ഇനി പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇതാ എല്ലാവരും ഇവിടെ ഉണ്ട്. എടി ബൈ പറഞ്ഞേ. എസി, ഞഞ്ഞി, അച്ചു.